الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം കഴിയുന്നത്രയും സൂക്ഷിച്ച് പാലിച്ച് മുഅ്മിനുകളും മുവഹ്ഹിദുകളും മുത്തഖികളുമായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബീഉൽ അവ്വൽ മാസം, ഈ മാസത്തിൽ നടക്കുന്ന അനാചാരങ്ങൾ, ബിദ്അത്തിന്റെ ഗൗരവം തുടങ്ങിയ കാര്യങ്ങളാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് നമ്മൾ പരാമർശിച്ചു വന്നത്. റബീഉൽ അവ്വൽ മാസത്തിലെ നബിദിനാഘോഷത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയുക എന്നുള്ളത് പുണ്യമുള്ള കാര്യമല്ലേ എന്ന രൂപത്തിലാണ് ചർച്ച വഴിതിരിച്ചു വിടാറുള്ളത്. അതിന് ഉപോത്ബലകമായി കൊണ്ട് ഉദ്ധരിക്കാറുള്ള ഒരു ചരിത്ര സംഭവം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സമകാലികനായിരുന്ന കഅബ് ബിൻ സുബൈർ എന്ന് പറയുന്ന ഒരു കവിയുണ്ടായിരുന്നു, ഒരു നിമിഷ കവി കൂടിയായിരുന്നു. അദ്ദേഹം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അതേപോലെ സ്വഹാബത്തിനെ, അതേക്കാൾ ഉപരിയായി കൊണ്ട് സ്ത്രീകളെ, മുസ്ലിം സ്ത്രീകളെ, സ്വഹാബ വനിതകളെ അങ്ങേയറ്റം ആക്ഷേപിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ള കവിതകൾ എഴുതുമായിരുന്നു. ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ ഇസ്ലാം സ്വീകരിച്ചു. ആ സഹോദരനെ ജീവിക്കാൻ അനുവദിക്കാത്ത രൂപത്തിൽ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു കഅബ് ബിൻ സുഹൈൽ എന്ന് പറയുന്ന മനുഷ്യൻ. ഗത്യന്തരമില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ് ബിൻ സുഹൈലിനെ എവിടെ കണ്ടാലും കൊന്നുകളയണം എന്നുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു. പിന്നീട് കഅബിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസരം വന്നു.
അദ്ദേഹത്തിന്റെ സഹോദരൻ പറഞ്ഞു കൊടുത്തു, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പോയി കൊണ്ട് മാപ്പ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു രാത്രിയിൽ ആരും കാണാതെ വേഷപ്രച്ഛന്നനായിക്കൊണ്ട് കഅബ് ബിൻ സുഹൈർ എന്ന് പറയുന്ന മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലേക്ക് വന്നു. എന്നിട്ട് നബിയുടെ അടുക്കലേക്ക് അനുവാദം ചോദിച്ച് കയറിയിരുന്നു. അല്ലാഹുവിന്റെ റസൂലെ, താങ്കൾ കൊല്ലാൻ വിധിച്ചിരിക്കുന്ന കഅബ് അങ്ങയോടൊന്ന് സംസാരിക്കാൻ അനുവാദം ചോദിച്ചാൽ അങ്ങ് അനുവദിക്കുമോ എന്ന് ചോദിച്ചു. പ്രച്ഛന്ന വേഷമായതുകൊണ്ട്, വേഷം മാറി വന്നതായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങോട്ട് വന്നാൽ ഞാൻ സ്വീകരിക്കും, സംസാരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കഅബ് പറഞ്ഞു, അന കഅബ് ബിൻ സുഹൈർ, ഞാനാണ് ആ കഅബ്. അങ്ങയുടെ അടുക്കലേക്ക് ഭയം കൊണ്ടാണ് വേഷം മാറി വന്നിരിക്കുന്നത്. അവിടെ വെച്ച് കഅബ് ചില കവിതകൾ ചൊല്ലി. ആ കവിതയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പദവി പ്രകീർത്തിച്ചുകൊണ്ടുള്ള വാചകങ്ങളുണ്ട്, ഇസ്ലാമിനെ പ്രകീർത്തിക്കുന്നുണ്ട്. അവസാനം അദ്ദേഹം ചെയ്ത പാപങ്ങൾക്കെല്ലാം, അപരാധങ്ങൾക്കെല്ലാം മാപ്പ് പറഞ്ഞുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുന്ന ഒരു രംഗമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ നടന്നത്. അങ്ങനെ അദ്ദേഹം അവിടുന്ന് തിരിച്ചു പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ ഇരിക്കുന്ന ആ ബെഡിൽ നിന്നും അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു പുതപ്പ് എടുത്തിട്ട് കഅബിന് ഗിഫ്റ്റായിട്ട് നൽകി, സമ്മാനമായിട്ട് നൽകി. ആ സമ്മാനവും വാങ്ങിക്കൊണ്ട് കഅബ് അവിടുന്ന് സന്തോഷത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങി. ഈ ഒരു സംഭവം ഉദ്ധരിച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയുന്നത് പുണ്യകരമല്ലേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അയാൾക്ക് സമ്മാനം നൽകിയില്ലേ, അപ്പോൾ ഞങ്ങൾ റബീഉൽ അവ്വൽ മാസത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചൊല്ലുന്ന ആളുകൾ പറയാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പുതപ്പ് സമ്മാനിച്ചത് റസൂലുള്ളാഹിയുടെ മദ്ഹ് പറഞ്ഞത് കൊണ്ടാണ് എന്ന് ആ ഹദീസിൽ എവിടെയുമില്ല. നേരെ മറിച്ച് അദ്ദേഹം ഒരുപാട് കവിത ചൊല്ലുന്ന കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ പ്രകീർത്തിച്ചുകൊണ്ട് മദ്ഹ് പറഞ്ഞുള്ള വാചകങ്ങളും ആ കവിതയിൽ ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ എവിടെ കണ്ടാലും കൊല്ലണം എന്ന് വിധിച്ചൊരു മനുഷ്യൻ അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയായിട്ടാണ് ആ പുതപ്പ് സമ്മാനമായി നൽകിയതിനെ മുഹദ്ദിസുകൾ രേഖപ്പെടുത്തുന്നത്. ഈ ഒരു സംഭവം ഉദ്ധരിച്ചുകൊണ്ട് റബീഉൽ അവ്വൽ മാസത്തിൽ എന്തെങ്കിലും ഒരു ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഗാനങ്ങളോ മദ്ഹുകളോ കഅബ് റളിയല്ലാഹു അൻഹു പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ്. കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒരു സംഭവത്തിന് ശേഷം അല്ലാഹുവിന്റെ റസൂലോ സഹാബികളോ മനസ്സിലാക്കിയിട്ടില്ല. അതേസമയം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഓരോ പ്രവാചകന്മാരെയും പേരെടുത്തുകൊണ്ട് വിളിക്കുന്നുണ്ട്. യാ നൂഹ്, യാ ഇബ്രാഹിം, യാ സക്കരിയ എന്നിങ്ങനെ വിശുദ്ധ ഖുർആൻ പേരെടുത്തുകൊണ്ട് പറയുന്നുണ്ട്. എന്നാൽ അഷ്റഫുൽ ഖൽഖിന്റെ പേരെടുത്തുകൊണ്ട് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്തും വിളിക്കുന്നില്ല എന്നുള്ളത് പ്രത്യേകമായി നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കുന്നത് യാ അയ്യുഹൻ നബിയ്യ്, പ്രവാചകരെ, യാ അയ്യുഹർ റസൂൽ, റസൂലേ ദൂതരേ എന്ന്, യാ അയ്യുഹൽ മുസമ്മിൽ, പുതപ്പിട്ട് മൂടിയവരെ എന്ന്, യാ അയ്യുഹൽ മുദ്ദസ്സിർ, പുതപ്പിട്ട് മൂടിയവരെ എന്ന്, ഇങ്ങനെയുള്ള പ്രയോഗങ്ങളല്ലാതെ പേരെടുത്തുകൊണ്ട് അല്ലാഹു മറ്റ് പ്രവാചകന്മാരെ അഭിസംബോധന ചെയ്ത രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുന്നില്ല. നമ്മളും അങ്ങനെ തന്നെയാണല്ലോ. നബി എന്ന് പറഞ്ഞാൽ, പേര് പറയാതെ നബി എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദ് റസൂലുള്ളാഹ് ആണെന്ന് നമുക്കറിയാം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പേര് പറയാതെ പറഞ്ഞാൽ അത് മുഹമ്മദ് റസൂലുള്ളാഹ് ആണ് എന്നാണ് നമ്മളൊക്കെയും മനസ്സിലാക്കുന്നത്. അതുപോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിലെ
വിവിധങ്ങളായ അവയവങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങളും വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. അലം നശ്റഹ് ലക സദ്റക്, അങ്ങയുടെ നെഞ്ച്, അങ്ങയുടെ സദ്ർ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങയുടെ നെഞ്ചിന് വിശാലത നൽകിയില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലദീ അൻഖദ ദഹ്റക്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുതുകിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ അവിശ്വാസികൾക്ക്, കാഫിറുകൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഭൗതിക സൗകര്യങ്ങളുടെ നേരെ നിന്റെ കണ്ണുകൾ, അങ്ങയുടെ കണ്ണുകൾ പായിക്കരുത് എന്ന് പറയുന്നുണ്ട്. നോക്കരുത് എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകളെ ലാ തമുദ്ദന്ന ഐനൈക, അങ്ങയുടെ കണ്ണുകൾ അങ്ങോട്ട് പായിക്കരുത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഇറങ്ങുന്ന സമയത്ത് അത് പെട്ടെന്ന് മനഃപാഠമാക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധൃതി കാണിക്കുമ്പോൾ ആ ധൃതി കാണിക്കണ്ട എന്ന് പറയുന്നതിന് പകരമായിട്ട് ലാ തുഹരിക് ബിഹി ലിസാനക, അങ്ങയുടെ നാവിങ്ങനെ വല്ലാതെ ചലിപ്പിച്ചിട്ട് ബുദ്ധിമുട്ടരുതേ എന്ന് പറയുന്നുണ്ട്. അതേപോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തെ കുറിച്ച് താങ്കളുടെ മുഖം ഇങ്ങനെ ആകാശത്തേക്ക് പായിക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മസ്ജിദുൽ ഹറാമിന്റെ മേലേക്ക് അങ്ങയുടെ മുഖം തിരിച്ചുകൊള്ളുക എന്നിങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പരാമർശങ്ങളുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായി കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവത്തിന്റെ മദഹ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഏറ്റവും ഉന്നതമായ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്താണ് അങ്ങയുടെ മഹത്തായ സ്വഭാവം. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവത്തെ വാഴ്ത്തുന്നതിനേക്കാൾ വലിയ മദഹൊന്നും പറയാനില്ല. ലോകങ്ങൾക്ക് കാരുണ്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ ആളുകൾക്കും, എല്ലാ ജീവജാലങ്ങൾക്കും അല്ലാഹുവിന്റെ റസൂൽ കാരുണ്യമാണ് എന്ന്, റഹ്മത്താണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇതെല്ലാം അല്ലാഹുവിന്റെ റസൂലിന്റെ പുകഴ്ത്തുകളാണ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിനെ പുകഴ്ത്തുക എന്ന് പറഞ്ഞുകൊണ്ട് റബീഉൽ അവ്വൽ മാസത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതോ മങ്കൂസ് മൗലിദ് എന്ന് കേൾക്കാത്ത ആളുകൾ ഉണ്ടാവുകയില്ല. ഈ മങ്കൂസ് മൗലിദിൽ കാണാം അലാഹുവല്ലദീ തവസ്സല ബിഹി ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗ്ഗത്തിൽ വെച്ച് തെറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം തവസ്സുലാക്കിയത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടാണ്. അതേപോലെ അദ്ദേഹം പിതാവായതിൽ അല്ലാഹുവിന്റെ റസൂല് സന്തോഷിക്കാറുണ്ടായിരുന്നു, അഭിമാനം കൊള്ളാറുണ്ടായിരുന്നു. അതുപോലെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം വലിയ പ്രയാസത്തിൽപ്പെട്ട സമയത്ത്, ശത്രുക്കളുടെ ആക്രമണങ്ങൾ, പ്രയാസങ്ങളുണ്ടായ സമയത്ത് അദ്ദേഹത്തിന് രക്ഷയായത് അല്ലാഹുവിന്റെ റസൂലിനോട് ഇസ്തിഗാസ നടത്തിയിട്ടാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് ഇസ്തിഗാസ നടത്തിയിട്ടാണ്. അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീയിലേക്ക് എറിയുന്ന സമയത്ത് ഇബ്രാഹിം നബിയുടെ മുതുകിൽ മുഹമ്മദ് നബിയുടെ പ്രകാശമുണ്ടായിരുന്നു. എന്നിട്ട് ആ പ്രകാശം അവിടെയുള്ളത് കൊണ്ടാണ് തീ കെട്ടുപോയത്, അതിന്റെ ജ്വാല ഇല്ലാതായതും തീ മടങ്ങിപ്പോകുന്നതും എന്നിങ്ങനെയുള്ള വരികൾ മങ്കൂസ് മൗലിദിൽ കാണാം. ഇതൊക്കെ മദ്ഹായിട്ടാണ് പറയുന്നത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു. അല്ലാഹു ഒരു വിലക്ക് അദ്ദേഹത്തോട് പറഞ്ഞു. ആ തെറ്റ് അദ്ദേഹം ചെയ്തു പോയി. ആ വിലക്ക് ലംഘിച്ചു പോയപ്പോൾ മുഹമ്മദ് നബിയെ കൊണ്ട് തവസ്സുലാക്കി എന്നാണ് മങ്കൂസ് മൗലിദിൽ പറയുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതോ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ റബ്ബിഹി കലിമാത്തി, അല്ലാഹുവിൽ നിന്നും അദ്ദേഹത്തിന്റെ വചനങ്ങൾ സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ റബ്ബിൽ നിന്നും ആദം അലൈഹിസ്സലാത്തു വസ്സലാം ചില വചനങ്ങൾ സ്വീകരിച്ചു. ഫതാവ അലൈഹി, എന്നിട്ട് അദ്ദേഹം അല്ലാഹുവിനോട് തൗബ ചെയ്തു. ഇന്നഹു ഹുവ തവ്വാബുർ റഹീം, തീർച്ചയായും അല്ലാഹു തൗബ സ്വീകരിക്കുന്നവനാണ്.
അല്ലാഹുവിൽ നിന്നും സ്വീകരിച്ച വചനം മുഖേന അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയായിരുന്നു എന്ന്. എന്നിട്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും അദ്ദേഹത്തിന്റെ ഇണയും പ്രാർത്ഥിച്ച പ്രാർത്ഥന അവർ രണ്ടുപേരും ദുആ ചെയ്തു. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ വലംനാ അൻഫുസനാ, ഞങ്ങളോട് തന്നെ ഞങ്ങളുടെ റബ്ബേ തെറ്റ് ചെയ്തു പോയിരിക്കുന്നു എന്നാണ് മുഹമ്മദ് നബിയെ തവസ്സുലാക്കി എന്നല്ല പറയുന്നത്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രയാസത്തിൽപ്പെട്ടപ്പോൾ മുഹമ്മദ് നബിയെ കൊണ്ട് ഇസ്തിഗാസ നടത്തി എന്നാണ് മങ്കൂസ് മൗലിദിൽ പറയുന്നത് എങ്കിൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് വഖാല നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു റബ്ബി ലാ തദർ അലൽ അർദി മിനൽ കാഫിരീൻ, ഈ അവിശ്വാസികളിൽപ്പെട്ട ഒരാളെയും റബ്ബേ നീ വിട്ടുകളയരുതേ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് ഇസ്തിഗാസ നടത്തി എന്ന് വിശുദ്ധ ഖുർആനോ ഹദീസോ പഠിപ്പിക്കുന്നില്ല. ഇബ്രാഹിം നബിയുടെ ചരിത്രം എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. അദ്ദേഹത്തെ തീയിലേക്ക് എറിയുന്ന സമയത്ത് അല്ലാഹു പറയുകയാണ് ഖുൽനാ, നാം പറഞ്ഞു യാ നാറു, അഗ്നിയോട് തീയോട് നാം പറഞ്ഞു കുനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിമിന് തണുപ്പും സമാധാനവും നൽകണം എന്ന് പറഞ്ഞു എന്നാണ്. അവസാനമായി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ തീയിലേക്ക് എറിയപ്പെടുന്ന സമയത്ത് കാന ആഖിറ ഖൗലി ഇബ്രാഹിമ ഹീന ഉൽഖിയ ഫിന്നാരി, ആ തീയിലേക്ക് അഗ്നിയിലേക്ക് എറിയപ്പെടുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാചകം ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ എന്നായിരുന്നു. അല്ലാഹു മതിയായവനാണ്, അല്ലാഹുവിൽ ഞാൻ ഫലമേൽപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതല്ലാതെ അദ്ദേഹത്തിന്റെ മുതുകിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകാശമുണ്ട് എന്നല്ല പറഞ്ഞത്. ഈ രൂപത്തിലാണ് മങ്കൂസ് മൗലിദിൽ പറയുന്നത്. ഇതിനെയാണ് മദ്ഹ് എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ കളവ് പറയാൻ, ഇല്ലാത്തത് പറയാൻ ഒരു സത്യവിശ്വാസിക്ക് പാടില്ലാത്തതാണ്. അല്ലാഹുവിന്റെ റസൂലിനെ പുകഴ്ത്താൻ വേണ്ടിയിട്ട്, അമിതമായി പുകഴ്ത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കെട്ടുകഥകളും കള്ളക്കഥകളും പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്റെ മേൽ നിങ്ങൾ വ്യാജം പറയരുത്, എന്റെ മേൽ നിങ്ങൾ കള്ളം പറയരുത്. എന്റെ പേരിൽ ആരെങ്കിലും കളവ് പറയുകയാണ് എങ്കിൽ, വ്യാജമുണ്ടാക്കുകയാണ് എങ്കിൽ അയാളുടെ ഇരിപ്പിടം നരകത്തിലായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞോ ഇല്ലേ എന്ന ഡൗട്ട് ഉണ്ട് എങ്കിൽ, ഒരു സംശയം നിങ്ങൾക്കുണ്ട് എങ്കിൽ പോലും നിങ്ങളത് പറയരുത്, പ്രചരിപ്പിക്കരുത്. അങ്ങനെ ഒരു ഇല്ലാ കഥ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ കള്ളൻ നിങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് ഉണ്ടാക്കിയവൻ ഒന്നാമത്തെ കള്ളൻ, അത് പറഞ്ഞു നടക്കുന്നവൻ, ചൊല്ലുന്നവൻ രണ്ടാമത്തെ കള്ളനുമാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ തരത്തിലാണ് മദ്ഹ് എന്ന പേര് പറഞ്ഞുകൊണ്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഇനിയോ അതും കടന്നുകൊണ്ട് ഒരു മനുഷ്യൻ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും നികൃഷ്ടമായ തെറ്റ്, ഏറ്റവും ഗൗരവമായ തെറ്റ് എന്ന് പറയുന്നത് അല്ലാഹുവല്ലാത്ത സൃഷ്ടികളോട് പ്രാർത്ഥിക്കലാണ്, അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥനയാണ്. മൗലിദിന്റെ വരികളിൽ, മങ്കൂസിന്റെ വരികളിൽ കാണാം ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഇർതകബതു അലൽ ഖതാ, പാപമാകുന്ന വാഹനത്തിലാണ് ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഗൈറ ഹസ്രിൻ വഅദദ്, എണ്ണിയാൽ തീരാത്ത പാപങ്ങൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. ലക അശ്കൂ, അങ്ങയോടിതാ ഞാൻ അശ്കൂ ആവലാതി പറയുന്നു, അങ്ങയോട് ഞാനിതാ ആവലാതി പറയുന്നു. ഫീഹി, അതിനെ കുറിച്ച്, ഞാൻ ചെയ്ത പാപങ്ങളെ കുറിച്ച് അങ്ങയോട് ഞാൻ ആവലാതി പറയുന്നു. യാ സയ്യിദി ഖൈറൻ നബി, ശ്രേഷ്ഠരായ നബിയെ, ശ്രേഷ്ഠരായ പ്രവാചകരെ, അങ്ങയോട് ഞാനിതാ ആവലാതി പറയുന്നു എന്നാണ്. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തു പോയാൽ, ഒരു സത്യവിശ്വാസി ഒരു പാപം ചെയ്തു പോയാൽ പാപമോചനം തേടേണ്ടത് അല്ലാഹുവിനോടാണ് എന്ന് അറിയാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടോ? പക്ഷേ ഈ അർത്ഥം പോലും അറിയാതെയാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ന്യായീകരിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. അത് നബിയോട് പാപമോചനം തേടുകയല്ല, അല്ലാഹുവിന്റെ റസൂലുടെ ആവലാതി പറയുകയല്ലേ,
അവിടത്തോട് ശിക്കായത്ത് പറയുകയല്ലേ എന്നാണ്. ഈ ആപരാധിയും മറഞ്ഞ വഴിയിലൂടെ ആപരാധി പറയേണ്ടതും അല്ലാഹുവിനോടാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നഷ്ടപ്പെട്ടു, രണ്ടാമത്തെ മകൻ ബിന്യാമീനെയും നഷ്ടപ്പെട്ടു. ആ സമയത്ത് യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന വാചകം വിശുദ്ധ ഖുർആനിലുണ്ട്. ഇന്നമാ അശ്കൂ ബസ്രി വഹുസ്നി ഇലല്ലാഹ്. എന്റെ എല്ലാ ആപരാധികളും അശ്കൂ, എന്റെ എല്ലാ ആപരാധികളും വഹുസ്നി, എന്റെ സങ്കടങ്ങളും ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിനോടാണ് പറയുന്നത്. എന്റെ എല്ലാ പ്രയാസങ്ങളും എന്റെ ആപരാധികളും ഞാൻ അല്ലാഹുവിനോട്, ഇന്നമാ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനോട് മാത്രമാണ് എന്നർത്ഥം. അല്ലാഹുവിനോട് മാത്രമാണ് ഞാൻ പറയുന്നത് എന്ന്. അപ്പോൾ പ്രാർത്ഥനയുടെ മറ്റൊരു രൂപമാണ് ശിക്കായത്ത് അഥവാ ആപരാധി പറയൽ. അത് അല്ലാഹുവിനോടാണ് പറയേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു സഹോദരി, അവർക്കൊരു പ്രയാസമുണ്ടായി. അവരുടെ ഭർത്താവ് അവരെ കുറിച്ച് നീ എന്റെ ഉമ്മയാണ് എന്ന് പറഞ്ഞു, ഉമ്മയെപ്പോലെയാണ് എന്ന് പറഞ്ഞു. ഉമ്മയെപ്പോലെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ ഭാര്യയെ ഭാര്യയായി സ്വീകരിക്കാൻ പറ്റുകയില്ല, അവരെ പിന്നെ ഒരിക്കലും ഭാര്യയായിട്ട് കാണാൻ പറ്റില്ല എന്നാണ്. അവരുടെ ഭർത്താവാണെങ്കിൽ നല്ല പ്രായമായ വ്യക്തിയുമാണ്. അവർക്ക് ഭയങ്കര സങ്കടമായി, തന്റെ ഭർത്താവിനെ ശുശ്രൂഷിക്കാൻ എനിക്ക് കഴിയില്ല, ഉമ്മയെപ്പോലെയാണ് എന്ന് പറഞ്ഞാൽ ആ ബന്ധം വേർപിരിഞ്ഞു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ആ സഹോദരി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ, കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം, എനിക്ക് അദ്ദേഹത്തെ തിരിച്ചു കിട്ടണം, അദ്ദേഹത്തെ എനിക്ക് ശുശ്രൂഷിക്കണം എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിനെ അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാനില്ല. കാരണം അല്ലാഹുവിന്റെ വിധി അങ്ങനെയാണ്. ആ സമയത്ത് ആ സഹോദരി അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് തന്റെ പ്രയാസം, തന്റെ സങ്കടം പറയുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ മുജാദല എന്ന് പറയുന്നത് അല്ലാഹുവുമായിട്ട് രഹസ്യ സംഭാഷണം നടത്തിയ ആ സഹോദരിയുടെ കഥ പറയുന്ന അധ്യായമാണ് സൂറത്തുൽ മുജാദല. ആയത്ത് തുടങ്ങുന്നത് ഖദ് സമിഅല്ലാഹ്, തീർച്ചയായും അല്ലാഹു കേട്ടിട്ടുണ്ട്, ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതസ്തകീ ഇലല്ലാഹ്, തന്റെ ഭർത്താവിനെ കുറിച്ചുള്ള ആ ഒരു പ്രയാസം അല്ലാഹുവിലേക്ക് ആവലാതി ബോധിപ്പിച്ച ആ സ്ത്രീയുണ്ടല്ലോ, അവരെ പ്രാർത്ഥന, അവരുടെ ശിക്കായത്ത്, അവരുടെ ആവലാതി അല്ലാഹു കേട്ടിട്ടുണ്ട് എന്നിങ്ങനെ തുടങ്ങുന്ന ആയത്ത്. ആ വിധിയിൽ അല്ലാഹു മാറ്റം വരുത്തുകയുണ്ടായി. ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല, സമയമില്ല. ശിക്കായത്ത് ആവലാതിയാണ്, അല്ലാഹുവിലേക്കാണ് ആവലാതി പറഞ്ഞത്. വഹീദ് ശൈഖ് റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫുതുഹുൽ ഗൈബ് എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. വഹീദ് ശൈഖിന്റെ പേരിൽ ഒരുപാട് ഈ തരത്തിലുള്ള കെട്ടുകഥകളും പാട്ടുകളും പ്രാർത്ഥനകളും ഉണ്ട്. പക്ഷേ വഹീദ് ശൈഖ് റഹ്മഹുല്ലാഹ് പറഞ്ഞത് ലാ തസ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയതി ഇലാ അഹദിൻ മിൻ ഖൽഖില്ലാഹ് എന്നാണ്. ലാ തസ്കുവന്ന, നിങ്ങൾ ഒരിക്കലും ആവലാതി പറയരുത് എന്ന്. നിങ്ങൾ ആവലാതി പറയരുത് ഫീ ഹാലത്തിൽ ബലിയതി, നിങ്ങളുടെ ജീവിതത്തിലെ ഏത് വിപരീതമുണ്ടായിരുന്നാലും ഇലാ അഹദിൻ മിൻ ഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ആരോടും നിങ്ങൾ ആവലാതി പറയരുത് എന്ന്. എന്നിട്ടാണ് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്ന ആവലാതിയെ, പ്രാർത്ഥനയെ നമ്മുടെ സമുദായത്തിലെ പണ്ഡിതന്മാർ നിസ്സാരവൽക്കരിക്കുന്നത്. നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ ചൊല്ലി നടക്കും, ഒരാഴ്ച, അടുത്ത വെള്ളിയാഴ്ച, അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, മദ്രസയിൽ പോകുന്ന കുഞ്ഞുങ്ങൾ, പള്ളിയിൽ നമസ്കരിക്കാൻ പോകുന്ന ആളുകൾ ഇങ്ങനെ ചൊല്ലും അസ്സഫാഅത അബ്ലന ഫിൽ ഖിയാമത്തി മുസ്ഫിഖ വാദിലന മിൻ ളായ സയ്യിദി ഖൈറൻ നബി. വാത്സല്യത്തോടുകൂടി എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യണമേ എന്ന്, എനിക്ക് വേണ്ടി വാത്സല്യത്തോടുകൂടി ശുപാർശ ചെയ്യണമേ എന്ന് ആരോടാ പറയുന്നത്? സയ്യിദി ഖൈറൻ നബി, ശ്രേഷ്ഠരായ പ്രവാചകരെ, അങ്ങ് എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യണേ. അത് നഷ്ടപ്പെട്ടു പോയാൽ വാദിലനാ മിൻ ളായ, എനിക്ക് ളായ സയ്യിദി ഖൈറൻ നബി, അതെങ്ങാനും എനിക്ക് അങ്ങയുടെ ശുപാർശ നഷ്ടപ്പെട്ടു പോയാൽ ഞാൻ കഷ്ടത്തിലായി പോകും. അതുകൊണ്ട് ഖിയാമത്ത് നാളിലെ ആ പ്രയാസഘട്ടത്തിൽ എനിക്ക് വേണ്ടി അങ്ങ് ശുപാർശ ചെയ്യണേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോടാണ് പറയുന്നത്. നമ്മളൊക്കെ ബാങ്ക് കേട്ടാൽ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ എന്നിങ്ങനെ ദുആ ചെയ്യാറുണ്ട്. ഒരു പ്രാർത്ഥന
അല്ലാഹുവിന്റെ റസൂലിന്റെ വസീലത്തും ഫദീലത്തും കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന നടത്താറുണ്ട്. ആ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ട് അവിടുന്ന് പറഞ്ഞു, ഹല്ലത്തിലഹു ശഫാഅത്തി യൗമൽ ഖിയാമ. ഈ പ്രാർത്ഥന നിങ്ങൾ പതിവായിട്ട് ബാങ്കിന് ശേഷം ചൊല്ലുകയാണ് എങ്കിൽ ഖിയാമത്ത് നാളിൽ എന്റെ ശഫാഅത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്ന് പഠിപ്പിച്ചു. എന്നാൽ അവിടെ ഒരു പ്രത്യേക പ്രാർത്ഥന അതിന് ശേഷം പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ നേരത്തെ സൂചിപ്പിച്ച മൗലിദ് പാരായണം ചെയ്യുന്ന, അറബിയിൽ ഖുത്ബ പറയുന്ന പള്ളികളിൽ അവിടുത്തെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന വാഗ്നിവേശമുള്ള പ്രാർത്ഥനയിൽ വർസുഖ്നാ ശഫാഅതഹു യൗമൽ ഖിയാമ, അല്ലാഹുവിനോട് പറയാണ് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ എന്നിങ്ങനെ പറഞ്ഞ് വസ്സലാത്തുൽ ഖായിമ അതി മുഹമ്മദിന്റെ വസീല വൽ ഫദീല അതിങ്ങനെ അവസാനിച്ചിട്ട് വർസുഖ്നാ, അല്ലാഹുവിനോട് പറയാണ് ഞങ്ങൾക്ക് നീ നൽകണം ശഫാഅതൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹുവേ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നൽകണം എന്നാണ്. അല്ലാഹുവിന്റെ റസൂലിനോടാണ് അവിടെ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് കിട്ടാൻ ബാങ്കിന്റെ പ്രാർത്ഥനയിൽ അല്ലാഹുവിനോട് ചോദിക്കുന്നവരാണ് മൗലിദ് പാരായണം ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് ശഫാഅത്ത് തേടുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് ഉദ്ധരിച്ചിരിക്കുന്നത്. അപ്പൊ ശഫാഅത്ത് തേടേണ്ടത് അല്ലാഹുവിനോടാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് കിട്ടാൻ തേടേണ്ടത് അല്ലാഹുവിനോടാണ്. വിശുദ്ധ ഖുർആൻ പരലോകത്ത് ശഫാഅത്ത് ചെയ്യും എന്ന്, റമദാൻ മാസത്തിൽ നമ്മൾ എടുക്കുന്ന ഓരോ നോമ്പും അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും, ശഫാഅത്ത് ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഖുർആനിനോട് നമുക്ക് ശഫാഅത്ത് ചോദിക്കാമോ? എനിക്ക് വേണ്ടി ശഫാഅത്ത് നൽകണം യാ ഖുർആൻ, എനിക്ക് വേണ്ടി ശഫാഅത്ത് നൽകണം യാ സൗം, നോമ്പിനോട് ചോദിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ, അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. അല്ലാഹുവിന്റെ റസൂലിന് ഒരുപാട് പവിത്രതയുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന് ഒരുപാട് മതമുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കാൻ പറ്റില്ല. അതുപോലെ നമുക്ക് കേൾക്കാം സ്വലാത്ത് എന്ന പേരിലാണ് യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദിൻ മുത്തിൽ ഖലായിഖ് മിൻ ജഹന്നമ ഫീ ഗദിൻ. ഖിയാമത്തിൽ പരലോകത്തിൽ നരകത്തിൽ നിന്നും തന്റെ അണികളെ സൃഷ്ടികളെ രക്ഷപ്പെടുത്തുന്ന പ്രവാചകർക്ക് അല്ലാഹുവേ നന്മ ചെയ്യണേ എന്നാണ്. മുൻസിൽ ഖലായിഖ് മിൻ ജഹന്നമ ഫീ ഗദിൻ. നാളെ പരലോകത്തിൽ അല്ലാഹുവിന്റെ റസൂൽ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തും എന്ന്. അങ്ങനെ സൃഷ്ടികളെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന മുഹമ്മദ് നബിക്ക് നന്മ ചെയ്യണേ എന്നാണ്. നരകത്തിൽ നിന്നും മുഹമ്മദ് നബി സൃഷ്ടികളെ രക്ഷപ്പെടുത്തും എന്ന് വിശ്വസിക്കുന്നത് അല്ലാഹുവിന്റെ സിഫത്തിൽ പങ്കുചേർക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, യാ ഫാത്തിമ ബിൻത് മുഹമ്മദ്, മുഹമ്മദിന്റെ മോള് ഫാത്തിമ, സലീനി മാ സിറ്റി മിൻ മാലി, എന്റെ സ്വത്തിൽ നിന്ന് എന്റെ ധനത്തിൽ നിന്ന് എന്ത് വേണമെങ്കിലും മോള് ചോദിച്ചോ ഞാൻ തരാം. ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈആ, അല്ലാഹുവിൽ നിന്നും ഒരൽപ്പം പോലും മോളെ നിന്നെ രക്ഷപ്പെടുത്താൻ, നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഈ ഉപ്പാക്ക് സാധിക്കുകയില്ല എന്ന്. നരകത്തിൽ പോകാതിരിക്കാൻ, സ്വർഗം ലഭിക്കാൻ എന്ത് ചെയ്യണോ അതൊക്കെ മോള് തന്നെ ചെയ്യണം എന്ന് മകളോട് പറഞ്ഞ എന്റെ കരളിന്റെ കഷണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും അനുസ്മരിച്ച മകളോട് പറയുകയാണ് നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഉപ്പാക്ക് സാധിക്കുകയില്ല എന്ന്. എന്നിട്ട് നമ്മൾ മങ്കൂസ് മൗലിദ് ചൊല്ലുന്നതോ മുൻസിൽ ഖലായിഖ് മിൻ ജഹന്നമ ഫീ ഗദിൻ, നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന പ്രവാചകൻ എന്ന വളരെ കൃത്യമായിട്ട് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള പ്രാർത്ഥന തന്നെ കാണാം. ഫജുദ് യാ റസൂലല്ലാഹി മിൻ ഗാബി റഹ്മത്തിൻ ലിഅബ്ദിൻ അസീരിൻ ബിദുനൂബി മുസർബലു. പാപം കൊണ്ട് വലയം ചെയ്യപ്പെട്ട ഈ ഒരു അടിമക്ക് അല്ലാഹുവിന്റെ റസൂലേ ഫജുദ് ഔദാര്യം ചെയ്യണം യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതനെ എനിക്ക് ഔദാര്യം ചെയ്യണം. മിൻ ഗാബി റഹ്മത്തിൻ, അങ്ങയുടെ റഹ്മത്ത് കൊണ്ട് എനിക്ക് ഔദാര്യം ചെയ്യണമേ. ലിഅബ്ദിൻ അസീരിൻ ബിദുനൂബി മുസർബലു, പാപം കൊണ്ട് വലയം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ അടിമക്ക് എന്ന് ആരോടാ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലിനോട് കൃത്യമായിട്ട് പാപമോചനം തേടുകയാണ്. സത്യവിശ്വാസികളോ, സത്യവിശ്വാസികൾ എങ്ങനെയായിരിക്കും? വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങളായ ആളുകളെ
അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ആ മുഹ്സിൻ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് അള്ളാഹു അതിന് ശേഷം വിവരിക്കുകയാണ്. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ ഔ ളലമൂ അൻഫുസഹും, പാപം ചെയ്തു പോയ ആളുകൾ, തെറ്റുകൾ ചെയ്തു പോയ ആളുകൾ, സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്ത ആളുകൾ, അവർ അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. തെറ്റ് ചെയ്തു പോയാൽ, സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ചു പോയാൽ, മോശമായ എന്തെങ്കിലും ചെയ്തു പോയാൽ അല്ലാഹുവിനെ ഉടനെ തന്നെ ഓർക്കുന്ന ആളുകൾ, അവരുടെ പാപങ്ങളിൽ അവർ ഇസ്തിഗ്ഫാർ, അല്ലാഹുവിനോട് പാപങ്ങൾ തേടുന്ന ആളുകളാണ്. അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുന്ന ആളുകളായിരിക്കും. പാപങ്ങൾ പൊറുക്കാൻ അല്ലാഹുവല്ലാതെ ആരാണുള്ളത്? അവൻ തെറ്റ് ചെയ്തു പോയാൽ, പാപം ചെയ്തു പോയാൽ അല്ലാഹുവിനെ ഓർക്കുക എന്നത്, അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ തേടുക എന്നതാണ് വിശ്വാസികൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ശിർക്കിനെ എത്രമാത്രം സൂക്ഷിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ഒരു മനുഷ്യൻ എന്തോ ഒരു കാര്യം ഇങ്ങനെ സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം പറയാണ്, മാഷാ അല്ലാഹു വശിഅത, അല്ലാഹുവും താങ്കളും ഉദ്ദേശിച്ചാൽ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ്, അല്ലാഹുവും താങ്കളും ഉദ്ദേശിച്ചാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അജഅൽതനി ലില്ലാഹി നിദ്ദ, താങ്കൾ അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കുകയാണോ? ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലാഹു ഉദ്ദേശിച്ചാൽ കൂടെ താങ്കളുടെ പേരും അല്ലാഹുവും താങ്കളും ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞപ്പോ, അല്ലാഹുവിന്റെ കൂടെ ചേർത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ പറഞ്ഞപ്പോ, അജഅൽതുഹും ലില്ലാഹി നിദ്ദ, അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കുകയാണോ? എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു, ഖാല, ഇങ്ങനെ പറയാ, മാഷാ അല്ലാഹു വഹദ, അല്ലാഹുവിനെ മാത്രം പറയുക, അല്ലാഹു മാത്രം ഉദ്ദേശിച്ചാൽ എന്ന് പറയുക എന്ന്. ഒന്നുമില്ല, ചെറിയൊരു വാക്കാണ്, ഒന്നും ഉദ്ദേശിക്കല്ല. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് പോലും തിരുത്തി കൊടുത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സഹാബി റുബയ്യ് എന്ന് പറയുന്ന ഒരു സഹാബ വനിത, അവർ പറയാണ്, എന്റെ വിവാഹമായിരുന്നു. അങ്ങനെ വിവാഹം നടക്കുന്ന സമയത്ത് തുഫ പൊട്ടിയിട്ട് കുറെ പെൺകുട്ടികൾ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പാട്ട് പാടുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ എന്റെ അടുത്തേക്ക് കടന്നു വന്നിട്ട് നബി അവിടെ ഇങ്ങനെ ഇരുന്നു. അല്ലാഹുവിന്റെ റസൂൽ വന്ന് ഇരുന്ന സമയത്ത് ആ പാട്ടുകാർ ആ പാട്ടിന്റെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പാടി. ആ പാട്ട് പാടുന്ന കുട്ടി ഇങ്ങനെ പാടുകയാണ്, കുട്ടിക്കൊണ്ട് ആ കൂട്ടത്തിൽ പാട്ട് പാടുന്ന കുട്ടി ഇങ്ങനെ പാടുകയാണ്, നാളെയെ കുറിച്ച് അറിയുന്ന ഒരു നബി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഒന്ന് പ്രകീർത്തിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖൂലി ഹക്കദാ, അങ്ങനെ പറയരുത് മോളെ, അങ്ങനെ പറയരുത്. വഖൂലി മാ കുന്തി തഖൂലീൻ, അതിന്റെ മുമ്പ് പാടിയതൊക്കെ പാടിക്കോ, കുഴപ്പമില്ല. പക്ഷേ നാളെയെ കുറിച്ച് അറിയുന്ന പ്രവാചകൻ എന്നുള്ള ആ വാക്കും വരിയും പറയരുത്, പാടരുത് എന്ന് പെൺകുട്ടികളെ പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ മദ്ഹ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സമുദായം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഗൗരവം എത്രത്തോളം ഉണ്ട് എന്നാണ് സൂചിപ്പിച്ചത്. അന്തഗഫാറുൽ ഖതായ ബിദുനൂബിൽ മൂബിഖാതി, അന്തസത്താറുൽ ഖതായ, അന്തഗഫാറുൽ ഖതായ വദുനൂബിൽ മൂബിഖാതി, അന്തസത്താറുൽ മസാബി വമുഖീലുൽ ആസറാതി. വിനാശകരമായ പാപം, വലിയ ഗുരുതരമായ പാപങ്ങളിൽ നിന്ന്, മൂബിഖാത്തിൽ നിന്നും അങ്ങാണ് ഞങ്ങളെ രക്ഷിക്കുന്നവൻ, പൊറുക്കുന്നവൻ. അല്ലാഹുവിനെ കുറിച്ച് പറയുന്നതാണ്. അതേ കാര്യമാണ് റസൂലുള്ളാഹിയുടെ പേരിൽ പറയുന്നത്. അങ്ങാണ് പാപങ്ങൾ മൂടിവെക്കുന്നവൻ, അങ്ങാണ് പാപങ്ങൾ പൊറുക്കുന്നവൻ എന്ന്. ഗുരുതരമായ മൂബിഖാത്തുകളായ പാപങ്ങൾ മൂടിവെക്കുന്നവരും പൊറുക്കുന്നവരും അങ്ങാണ് എന്ന് അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് പാടുന്ന സമുദായം, നമ്മുടെ മക്കളും നമ്മുടെ സഹോദരങ്ങളും ഇത്തരം ദുരാചാരങ്ങളിലേക്ക്, ശിർക്കിലേക്ക്, അതിവിട്ടുകൊണ്ടുള്ള പ്രകീർത്തനങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, പഠിപ്പിക്കേണ്ടത്. അല്ലാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
اللهم صل على محمد وعلى آل محمد ഇത്തഖുല്ലാഹ ഇബാദുല്ലാഹ്. സമയം വൈകിയിട്ടുണ്ട്. ഒരു ചെറിയ സംഭവം കൂടി സൂചിപ്പിക്കുകയാണ് ഈ കൂട്ടത്തിൽ. ഇതേ മഹ്ബൂസ് മൗലിദിൽ തന്നെ ഒരു വിഗ്രഹ മൗലിദ് കൂടി നമുക്ക് കാണാൻ കഴിയും. ഇവിടെ സാധാരണ ഇങ്ങനെ കേൾക്കാറുണ്ട് സ്വലാത്തും വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താർ ഖൈറിൽ ബരിയതി. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വലാത്ത് ചൊല്ലുകയാണ്. നല്ല വരികളാണ്, അതിന് അർത്ഥത്തിലൊന്നും യാതൊരു കുഴപ്പവുമില്ല. അത് കഴിഞ്ഞിട്ട് അതിന്റെ വരികൾ മാത്രം സൂചിപ്പിച്ചിട്ട് പറയാം. അവിടെ ഒരു വിഗ്രഹങ്ങൾ, അവിടെ നാട്ടിലുണ്ടായിരുന്ന ഒരു റഹ്മാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം വിഗ്രഹാരാധന നടക്കുന്ന അതിന്റെ കൂട്ടത്തിലേക്ക് പോയപ്പോ വിഗ്രഹങ്ങളെല്ലാം ഇങ്ങനെ വീണ് കിടക്കുന്ന ഒരു രംഗം കാണുകയാണ്. എന്നിട്ട് അദ്ദേഹം അവിടെ വെച്ചിട്ട് പാടുന്ന ഒരു കവിയാണ്. അദ്ദേഹം ഇങ്ങനെ പാടുന്ന വരികളാണ്: വിഗ്രഹങ്ങളെ നിങ്ങൾ ഇങ്ങനെ പുരപ്പറമ്പിനെ, വിഗ്രഹമേ നിങ്ങൾ ഇങ്ങനെ വീട് കിടക്കുകയാണല്ലോ, ദൂരദിക്കിൽ നിന്നും നാട്ടിൽ നിന്നും എല്ലാം ആളുകൾ വന്ന് സങ്കടം പറയുന്ന ഒരു പ്രദേശമല്ലേ ഇത്, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ വീട് കിടക്കുകയാണോ? അദ്ദേഹം പറയാണ്, എന്റെ കണ്ണുനീര് കാരണം കാഫിലുകൾ, ഒട്ടകക്കൂട്ടങ്ങൾ അതിങ്ങനെ ആ കണ്ണുനീരിലൂടെ ഒഴുകിപ്പോകുന്ന, ഒലിച്ചു പോകുമാറ് എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്ന് ആലങ്കാരികമായിട്ട് ആ കവി പറയാം. എന്നിട്ട് വിഗ്രഹങ്ങളോട് പറയാണ്, ഞങ്ങൾ ചെയ്തിരിക്കുന്ന പാപങ്ങൾ ഞങ്ങൾ പാപം ചെയ്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വിഷമിച്ച് തലകുത്തി വീടിരിക്കുന്നത് എങ്കിൽ ഞാൻ പാപങ്ങളൊക്കെ നിർത്തിക്കൊള്ളാം എന്ന് വിഗ്രഹങ്ങളോട് പറയുന്ന വരികൾ മങ്കൂസ് മൗലിദിൽ അതിന്റെ 2ാമത്തെ 3ാമത്തെ പേജിൽ ഇങ്ങനെ ചൊല്ലും. അതിങ്ങനെ ഒരാൾ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കും എല്ലാവരും കൂടെ. അപ്പോഴാണ് സ്വലാത്തും വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താർ ഖൈറിൽ ബരിയതി. ആളുകൾക്ക് അർത്ഥം പോലും അറിയില്ല. വിഗ്രഹങ്ങളോട് സംസാരിക്കുന്ന വാചകങ്ങൾ ഒരു കള്ളക്കഥയുടെ അടിസ്ഥാനത്തിലുണ്ടായ ഒരു കഥ മങ്കൂസ് മൗലിദിൽ പ്രവാചകന്റെ മദ്ഹ് എന്ന പേരിൽ നമ്മുടെ സമുദായം ചൊല്ലി വരുന്നുണ്ട്. ഇതൊക്കെ അടങ്ങിയതാണ്. അതിന്റെ ചെറിയ ഒരു സാമ്പിൾ, ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചത്. അത്തരത്തിലുള്ള ഒരുപാട് അബദ്ധങ്ങളും ശിർക്കുകളും അടങ്ങിയ വരികളാണ് അദ്ദേഹത്തിന്റെ പേരിൽ നമ്മുടെ സമുദായം ചൊല്ലി വരുന്നത് എന്നുള്ള ഒരു ഓർമ്മ, ഗൗരവബോധം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. അല്ലാഹു നമ്മയെല്ലാം നന്മയിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ മദ്രസക്ക് വേണ്ടിയുള്ള സ്വതക്കയാണ് ഇന്നിവിടെ സ്വീകരിക്കുന്നത്. എല്ലാവരും അതിലേക്ക് നല്ല രൂപത്തിൽ സ്വതക്ക ചെയ്യണം എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ജീവിതത്തിൽ വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പ് തരണേ തമ്പുരാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ ഉച്ചരിച്ച് മരണപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നാഥ നീ ഉൾപ്പെടുത്തണമേ. അല്ലാഹുവേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗ്ഗത്തിൽ സഹവസിക്കാനുള്ള തൗഫീഖ് നൽകി ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നോട് ചോദിച്ച എല്ലാ നന്മകളും നാഥ ഞങ്ങൾക്കും നീ അനുഗ്രഹിച്ചു നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നോട് രക്ഷ തേടിയ എല്ലാ തിന്മകളിൽ നിന്നും നാഥ ഞങ്ങളെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ നാഥ. ചെറുപ്പത്തിൽ ഞങ്ങളെ വളർത്തിയതുപോലെ അവർക്ക് നീ കരുണ ചൊരിയണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളായി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന നല്ല മക്കളായി ഞങ്ങളുടെ മക്കളെ മാറ്റി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر لحينا وميتنا وشاهدنا وغائبنا وصغيرنا وكبيرنا وذكرنا وأنثانا. اللهم من أحييته منا فأحيه على الإسلام ومن توفيته منا وتوفه على الإيمان. اللهم لا تحرمنا أجره ولا تضلنا بعده. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما.